വഴുതക്കാട്ടെ വീട്ടിലെ ചലനങ്ങൾ എങ്ങനെ മാർലിവ? സുജയ പാർവതി, രാവിലെ കുറച്ചു നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ജ്യോതികുമാർ ചാമക്കാല ഇവിടേക്ക് എത്തിയെന്നാണ്. ഇപ്പോൾ ഇതാ അൻവർ സാദത്ത് MLA, അതുപോലെ തന്നെ ജോസഫ് വാഴയ്ക്കൻ, രാഷ്ട്രീയകാര്യ സമിതിയുടെ അംഗം കൂടിയായ ജോസഫ് വാഴയ്ക്കൻ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഇവർ 3 പേരും അകത്ത് തന്നെ ഉണ്ട്. കൃത്യമായി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞത് ആരെയും പിണക്കാത്ത തരത്തിലുള്ളൊരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം കുറച്ചു മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നു. അതായത് എല്ലാവരെയും പിണക്കാതെ നോക്കണമല്ലോ, അതിന് കുറച്ച് സമയമെടുക്കും, ആരെയും പിണക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡ് കുറച്ച് സമയമെടുക്കുകയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും RC ക്യാമ്പിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നേരത്തെ മുതലേ നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ക്യാമ്പ് മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തികളാണ് ഈ ജ്യോതികുമാർ ചാമക്കാലയായിരുന്നാലും അൻവർ സാദത്ത് MLA ആയിരുന്നാലും. അവർ രണ്ടുപേരും അദ്ദേഹത്തോട് ഒപ്പം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഒരുമിച്ചായിരിക്കുമോ യോഗത്തിനായി ഇറങ്ങുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ MLA-മാർ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്തും അവർക്ക് അനുഭവമുള്ള, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നവരൊക്കെ എത്തി അവർക്ക് അവസാന നിമിഷം അവിടെ എത്തുന്ന നേതാക്കൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയിലേക്ക് ഒരു കോൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജ്യോതികുമാർ ചാമക്കാല, പിന്നാലെ ജോസഫ് വാഴയ്ക്കൻ, അൻവർ സാദത്ത്, 3 നേതാക്കൾ എത്തിയിരിക്കുന്നു. ഇവർ 3 രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ്. തീരുമാന പ്രഖ്യാപനം വരുന്നതുവരെ അവിടെ തുടരുക. ഇപ്പോൾ നിയമസഭാ കക്ഷിയോഗത്തിൽ 2 പേർക്ക് പോകണം, അൻവർ സാദത്തിനും ജ്യോതികുമാർ ചാമക്കാലയ്ക്കും. അപ്പോഴും അവരെടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. 7 പേരാണ് രമേശ് ചെന്നിത്തലയെ നിരീക്ഷകർക്ക് മുന്നിൽ പിന്തുണച്ചത് എന്നതാണ് പ്രവീണ നൽകുന്ന വിവരം. പിന്തുണക്കത്ത് കൈമാറാൻ സണ്ണി ജോസഫ് തയ്യാറെടുക്കുന്നു. ദീപദാസ് മുൻഷിയും മുകുൾ വാസനിക്കും അജയ് മാക്കനും ഡൽഹിയിൽ തുടരുന്നു. ഇക്കാര്യങ്ങളെല്ലാം രമേശ് ചെന്നിത്തല ക്യാമ്പും നിരീക്ഷിക്കുകയാണോ മാർലിവ? തീർച്ചയായും സുജയ പാർവതി, രമേശ് ചെന്നിത്തല ഔദ്യോഗികമായി അല്ലെങ്കിൽ കിട്ടുന്ന ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 7 പേരാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതെന്ന് പറയുമ്പോഴും 22 മുതൽ അല്ലെങ്കിൽ 22 MLA-മാരോളം പിന്തുണച്ചിരുന്നു എന്നുള്ളൊരു അവകാശവാദം നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ 7 എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ KC-യെ രാഹുൽ ഗാന്ധിയെ കാണാൻ വിളിച്ചതുപോലെ, അല്ലെങ്കിൽ KC-ക്ക് വന്നതുപോലെയുള്ള ഒരു കോൾ അത് രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ VD സതീശനോ വന്നതായി അറിവില്ല. നിലവിലും കുറച്ച് നേരത്തെയും നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. ഇനി ആദ്യം KC-യെ കണ്ടതിനു ശേഷം മറ്റ് നേതാക്കളിലേക്ക് എത്തുമോ എന്നതിലും നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഒരുപക്ഷേ ഇവരിലേക്ക് അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമാണെങ്കിൽ അത് ആദ്യം KC-യിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കാം എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ RC-യിലേക്ക് അങ്ങനെ ഒരു കോൾ എത്തിയതായി നമുക്ക് അറിവില്ല. എങ്കിലും നേതാക്കളടക്കം, അതായത് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നവരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാവിലെ ഈ പാർട്ടി പ്രവർത്തകരടക്കം ഇല്ലാതിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് അവസാന നിമിഷങ്ങളിലും വളരെ ഉദ്വേഗപൂർണമായ അല്ലെങ്കിൽ വളരെ സസ്പെൻസ് ത്രില്ലറായി തന്നെ. അപ്പോ നമുക്ക് വേണുബാലകൃഷ്ണനിലേക്കും S വിജയകുമാറിലേക്കും പോകാം. നിലവിലത്തെ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടിലെ വീട്ടിലെ സാഹചര്യം കണ്ടില്ലേ? വേണുബാലകൃഷ്ണൻ ആദ്യം എത്തുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. അതിന് പിന്നാലെ ജോസഫ് വാഴയ്ക്കനും അൻവർ സാദത്തും വഴുതക്കാട്ടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ക്യാമ്പുകളിൽ കൃത്യമായി തങ്ങൾ ആരെയാണോ പിന്തുണയ്ക്കുന്നത് ആ രീതിയിലുള്ള ഒരു സമ്മേളനമാണോ നമ്മൾ കാണുന്നത്? ശരിയാണ്. രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിലേക്ക് വിളി വന്നിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. പ്രവീണ വരുന്നുണ്ട്. പ്രവീണ, വേഗം വന്ന് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന KC-യുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. RC-ക്കോ VD-ക്കോ എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടോ? നിലവിൽ ഈ 2 കൂട്ടരെയും RC ക്യാമ്പിന് ഇതുവരെയും കോൾ വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് MLA-മാർ ഇപ്പോൾ അൻവർ സാദത്തും ജ്യോതികുമാർ ചാമക്കാലയും അവിടെ എത്തിയിട്ടുണ്ട്. ജോസഫ് വാഴയ്ക്കൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരുമായി സംസാരിക്കുകയാണ്. അവർക്ക് ഒഫീഷ്യലി ഒരു കോൾ വന്നിട്ടില്ല. നമ്മൾ KC ക്യാമ്പുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് അതൊരു സാധാരണ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള നിലവിലൊന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ KC ക്യാമ്പിന് ലഭിച്ചിരിക്കുന്ന ചില ധാരണകളുണ്ട്. അത് KC വേണുഗോപാൽ തന്നെ എത്തും. അതൊരു പക്ഷേ ആദ്യം തിരുവനന്തപുരത്തേക്കായിരിക്കാനുള്ള സാധ്യതയില്ല എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതുവരെയും ഒരു തരത്തിലുമുള്ള അതിപ്പോൾ KC വേണുഗോപാലിൻ്റെ വീടിന് മുന്നിലോ അങ്ങനെ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടിച്ചുകൂടൽ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഡൽഹിയിൽ തുടർന്നത് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. നിലവിലുള്ള അവസ്ഥയിൽ ആ എല്ലാ കണ്ണുകളും KC-യിലേക്ക് കൂടി കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രവീണ, ഇവിടെ ഇപ്പോൾ ഈ പാർലമെന്ററി പാർട്ടി ചേരുമ്പോൾ ഈ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഖാർഗെയുടെ കത്തുണ്ട്. ആ കത്തുമൊക്കെ ആയിട്ടാണ് പിന്നെ UDF പാർലമെന്ററി പാർട്ടിയും കഴിഞ്ഞ് അവരെയും ബോധ്യത്തിലെടുത്തിട്ട് ലോക് ഭവനിലേക്ക് പോവുകയൊക്കെ വേണ്ടത്. ഇതിന് നിയമസഭാ കക്ഷി നേതാവെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളവിടെ ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അത് KC ആണെങ്കിൽ അതിന്റെ യുക്തി എന്താണ്? നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ്, അതായത് പിന്തുണ അറിയിച്ചിട്ടുള്ള കത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വേണമെന്നില്ല, അതിനെ ചുമതലപ്പെടുത്തിയവർ മതി. ഇനിയിപ്പോൾ അദ്ദേഹമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ സാധ്യതകളും പറയുകയാണ്.
KC വേണുഗോപാൽ ആണെങ്കിൽ ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ളവർ പോയാൽ മതി, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഇതാണ്, ഞങ്ങൾ പിന്തുണ അറിയിച്ച് എത്തതാണ്, ഞങ്ങൾക്ക് ഇത്രയും പിന്തുണയുണ്ട് എന്ന് അറിയിച്ച് കൊടുത്താൽ മതി. KCയുടെ പേര് പറഞ്ഞുകൊണ്ട് RCയും VDയും കൂടെ ലോക് ഭവനിലേക്ക് പോകുന്നു കരുതുന്നുണ്ടോ? അല്ല, നിലവിലെ അവസ്ഥയിൽ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തും. കാരണം പാർട്ടി നിർദ്ദേശമാണ്, അതൊരിക്കലും പബ്ലിക്കായി ഇറങ്ങി നിന്ന് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം പറയുകയാണെന്ന് ഒരു തരത്തിലും തോന്നരുത്, ജനങ്ങൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി എത്തുന്നതെങ്കിൽ അതിന് KC വേണുഗോപാൽ ഇവിടെ എത്തിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ, കാരണം ഗവർണർ ഉണ്ടോ എന്നുള്ള വിഷയം അവർ അന്വേഷിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കക്ഷി നേതാക്കൾ പോയാൽ മതി. അതിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്. അപ്പോൾ ഇവരടക്കമുള്ള നേതാക്കൾ പോയി പിന്തുണ അറിയിച്ചുള്ള കത്ത് കൊടുത്താൽ മതി. കാരണം ലീഗിനെ പ്രതിനിധീകരിച്ച് നിലവിൽ ആരും എത്തിയിട്ടില്ല. സണ്ണി ജോസഫ് മാത്രം മതിയാകും. ചിലപ്പോൾ അത് മതിയാകും. കാരണം ഒരാൾ പോയാൽ മതി, എന്തിനാണ് എല്ലാവരും കൂടി പോകുന്ന ചോദ്യം ഉയർത്താമല്ലോ. പ്രഖ്യാപനം, അതായത് ഇത് കൊടുക്കുന്നു, അറിയിക്കുന്നു, തിരിച്ചു വിടാം, അതൊരു ഫോർമൽ ചടങ്ങ് മാത്രമാണ്, അതൊരു നടപടിക്രമമാണ്, ആ പ്രോസസ്സാണ്. അതിലേക്ക് ഒരാൾ മാത്രം പോയാൽ മതി. അങ്ങനെ ഒരു സംശയം നിലനിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ഏറ്റവും പ്രധാനം പ്രവീണ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സണ്ണി വക്കീൽ മാധ്യമങ്ങളെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇല്ല, കാരണം അദ്ദേഹം ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ എന്നാണ്. അത് 9:30 പറഞ്ഞിരുന്നത്. അതിൽ നമ്മുടെ യൂണിറ്റ് അടക്കം എല്ലാവരും അവിടെ ഉണ്ട്, മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കഴിഞ്ഞ് ഇറങ്ങും. ആ സാവകാശം തേടുന്നത് ഈ രാഹുൽ KC കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയും വ്യാഖ്യാനിക്കാം. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, കാരണം ആ ഗ്രൂപ്പിലെ പ്രധാനിയാണ് ഈ KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോഴും ആ ഗ്രൂപ്പിലെ ഒരു പ്രധാനിയാണ്. അപ്പോൾ അത് എല്ലാവരും അല്ല പ്രവീണ, അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫിനെയും അറിയിക്കണമല്ലോ, അല്ലേ? ഇപ്പോൾ രമേശ് VD എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതുപോലെ തന്നെ ഈ കേരളത്തിലെ കാര്യങ്ങൾ നോക്കുന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെയും അക്കാര്യം ഔദ്യോഗികമായി അറിയിക്കണ്ടേ? ആ കോളിനായിരിക്കും അദ്ദേഹം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു, അല്ലേ? ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ നിലവിൽ കുറച്ച് സമയം കൂടി എടുക്കും എന്നുള്ള അറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നടക്കാനുള്ളത് 1 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്കറിയാം കാസർഗോഡ് നിന്ന് അടക്കമുള്ള MLA-മാരുണ്ട്, അവരെത്തേണ്ട സമയമെടുക്കും. അപ്പോൾ 1 എന്നുള്ളത് നീളാനുള്ള സാധ്യതയുണ്ട്. 1 മണിക്ക് തന്നെ നീലകണ്ഠനൊക്കെ എത്തേണ്ടത്. അതെ, ഉദുമേന്ന് ആർ നീലകണ്ഠൻ തന്നെയല്ലേ, K ആണോ R ആണോ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. നീലകണ്ഠൻ എത്താനുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന കുറച്ചുപേർ ഇവിടെ ഉണ്ട്, കുറച്ചുപേർ ഇന്നലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ എത്താനുണ്ട്. മാത്രമല്ല ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് നിരീക്ഷകരടക്കം ദീപദാസ് മുൻഷി അടക്കം എത്തുന്നത്. അവരെത്തുമ്പോൾ എങ്ങനെയായാലും 3 മണിയാകും. അപ്പോൾ സ്വാഭാവികമായും ഈ യോഗം ഒന്ന് വൈകുന്നേരം എന്നുള്ള നിലയിലേക്ക് ചിലപ്പോൾ നീളാനുള്ള സാധ്യതകളുണ്ട്. പ്രവീണ സ്വാഭാവികമായും നോക്കുമെങ്കിലും 2 കാര്യങ്ങളൊന്നും ഉറപ്പിക്കുന്നു. പ്രവീണ വീണ്ടും വരുമ്പോഴേക്ക് അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, സണ്ണി വക്കീലിന്റെ മുന്നിലുള്ള നമ്മുടെ റിപ്പോർട്ടർ ആരാണ്? അർച്ചനയോട് എന്തായാലും പറയുമല്ലോ PJയുടെ പ്രതികരണത്തിന് ഒരു റിയാക്ഷൻ എടുക്കണമെന്ന്. കാരണം അതിൽ PJ ഒരു സൂചന നൽകുന്നുണ്ട്, MLA-മാരിൽ നിന്നാകണം മുഖ്യമന്ത്രിയെ വരേണ്ടതെന്ന്. അപ്പോൾ അതിൽ സണ്ണി വക്കീലിന്റെ മറുപടി നമുക്കൊരു ഹിന്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ അനിലുണ്ട്, ഷാഫിയുണ്ട്, വിഷ്ണു ഉണ്ട്. ആ ക്യാമ്പ് ഈ പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് എന്നുള്ള വിവരങ്ങളും വേഗം തരുമല്ലോ. ഉറപ്പായി. ശരി, അപ്പൊ പ്രവീണ വീണ്ടും വരട്ടെ. അപ്പോൾ ഇതിൽ വേണുപാലകൃഷ്ണൻ, ഇപ്പൊ ശ്യാം നമ്മളുടെ ആലപ്പുഴ പ്രതിനിധി ഒരു വിവരം നൽകുന്നത് ഈ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഫ്ലോർ മാനേജർമാരെന്നോ ക്യാമ്പ് മാനേജറെന്നോ ഗ്രൂപ്പ് മാനേജറെന്നോ ഒക്കെ പറയാം, അവരുടെ പ്രകടനം നടത്താൻ പാടില്ല, ആഘോഷമോ അനാവശ്യം പ്രതിഷേധങ്ങളോ ഒന്നും പാടില്ല, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നവരെ വേണുഗോപാലിന്റെ വീട്ടിന് മുന്നിൽ കൂട്ടം കൂടരുത്, സ്വന്തം വീട്ടിലോ DCC ഓഫീസിലോ പ്രവർത്തകർക്ക് ഒരുമിച്ച് കൂടാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പ് ഒരു ആഘോഷത്തിലേക്കൊക്കെ പോകുന്നു. അതിൻ്റെ ഒരു SOP അവർ പ്രഖ്യാപിക്കുന്നു. ആ SOP പ്രഖ്യാപിച്ച് താഴെ തട്ടിലേക്ക് കൊടുക്കുന്നു. പണ്ട് വേണുപാലകൃഷ്ണൻ എങ്ങനെയാണ് A ഗ്രൂപ്പ് പ്രവർത്തിച്ചതെന്ന് ഓർമ്മയുണ്ട്. A ഗ്രൂപ്പ് ഒരു കേഡർ പോലെ പ്രവർത്തിച്ച കാലമുണ്ട്, അല്ലേ? എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് ഒരു നിർദ്ദേശം വരുന്നു, അത് മുഴുവൻ താഴെ തട്ടിൽ നടപ്പാകുന്നു, A ഗ്രൂപ്പ് അതനുസരിക്കുന്നു. അപ്പോഴും I ഗ്രൂപ്പ് ഒരു ഫ്ലെക്സിബിൾ ഒരു വിജയകുമാർ, നമുക്ക് അറിയേണ്ടത് വീടിന് മുന്നിൽ കൂട്ടം കൂടരുത്, അതായത് VD സതീശന്റെ വീട്ടിൽ ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു ആവർത്തനം ആലപ്പുഴയിലെ വീട്ടിൽ ഉണ്ടാകരുത് എന്ന് കേസ് തന്നെ പറയാതെ ഈ ഒരു നിർദ്ദേശം ഗ്രൂപ്പ് മാനേജർമാർ കൊടുക്കുമോ? സിമ്പിൾ ലോജിക്. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് സുജയ. ഇത് പണ്ട് AK ആന്റണി ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ ഉമ്മൻചാണ്ടി എടുക്കുന്നു, ആ തീരുമാനങ്ങൾ താഴെ തട്ടിലേക്ക് വരുന്നു, നടപ്പാകുന്നു. ഒരൊറ്റ പോയിന്റിലാണ് അത് മുഴുവൻ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ KC വേണുഗോപാൽ ക്യാമ്പിന്റെ തീരുമാനം മുഴുവൻ KCയിൽ നിന്ന് വരുന്നു, താഴെ തട്ടിലേക്ക് പോകുന്നു. ഒരു കേഡർ സംവിധാനമായി ഇപ്പോൾ സെമി കേഡർ എന്നാണ് VD സതീശൻ കോൺഗ്രസിനെ ഒരു സമയത്ത് വിളിച്ചിരുന്നത്, അങ്ങനെ ആക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ സെമി കേഡറിലെ കേഡർ പോലെ KC വേണുഗോപാലിന്റെ അനുയായികൾ ആ ക്യാമ്പ് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. അതിന്റെ സൂചനയാണ് വരുന്നത്. അനാവശ്യമായ കൂട്ടം കൂടലുകൾ വേണ്ട എന്നതൊരു SOP ആയി, എങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തണം എന്നതടക്കം ഒരു SOP ആയി ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ താഴെ തട്ടിലേക്ക് അനുയായികൾക്ക്. അങ്ങനെയാണെങ്കിൽ വിജയകുമാർ, ചാർട്ടേഡ് ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് പറന്നുയരുമ്പോൾ അതിൽ KC ഉണ്ടാകില്ലേ? ഇനിയും അതിൽ സംശയം വേണോന്ന് എനിക്ക് അങ്ങോട്ട് തിരികെ ചോദിക്കാനുണ്ട്. ഉറപ്പിച്ചോ?
ഈ വേണു ബാലകൃഷ്ണൻ ഞാൻ ഇവിടെ സംസാരിച്ച മുഴുവൻ നേതാക്കളും ഒറ്റപ്പേരിലേക്ക് ഒരു സംശയവുമില്ല. ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഹൈക്കമാൻഡ് ഒറ്റപ്പേരിലേക്ക് എത്തിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ സംസാരിച്ച മുഴുവൻ നേതാക്കളും ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കേസുടെ പേര് തന്നെയാണ്. ആ പേരായിരിക്കും ആ ലിസ്റ്റിൽ ഉണ്ടാവുക എന്നാണ് അവരൊക്കെ പറയുന്നത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാലായിരിക്കും അവർ അത്ഭുതപ്പെടുന്നത്. ഞാൻ ഈ ശ്യാമിന്റെ ഈ വാർത്തയുണ്ടല്ലോ, സുജയ പാർവതി വിജയകുമാർ പ്രവീണിനോട് ചോദിച്ചിരുന്നു. കാരണം ഒരു വാക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ആഹ്ലാദ പ്രകടനം അതുപോലെ തന്നെ പ്രതിഷേധവും പാടില്ല എന്ന്. പ്രതിഷേധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണല്ലോ. പക്ഷെ പ്രവീണ പറയുകയായിരുന്നു അത് അങ്ങനെയല്ല. ഇവിടെ ഈ വിജയം ആഘോഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഏതെങ്കിലും ഒരാൾക്ക് തിരിച്ചടി വന്നിരിക്കുന്നു, അതിൻ്റെ പേരിൽ അവരുടെ ഫ്ലക്സുകൾ വലിച്ചു കയറുക, അവർക്കെതിരായിട്ടുള്ള പ്രകടനങ്ങൾ വരിക, ആ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകരുത് എന്നാണ് ഈ ഗ്രൂപ്പ് മാനേജർമാർ താഴേക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്നാണ്. പ്രത്യേകിച്ചും അത് ആലപ്പുഴയിൽ ഉണ്ടാകരുത്. അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, കണ്ണൂരുകാരനാണെങ്കിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിലാണ്. ഇനി ജനവിധി തേടേണ്ട സ്ഥലവും ആലപ്പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നല്ല സന്ദേശത്തോടെ വേണം KC വേണുഗോപാലിന്റെ കേരളത്തിലേക്കുള്ള വരവ്. അതിനാണ് അവിടെ പ്രത്യേക നിർദ്ദേശം ആലപ്പുഴയിലേക്ക് നൽകിയിരിക്കുന്നതെന്നും കാണാം. ഇവിടെ സുജയ പാർവതി KPCC ആസ്ഥാനത്തിന് പുറത്ത് ധാരാളം പോലീസ് ഉണ്ട്. ഇന്ന് പതിവിൽ കവിഞ്ഞ ഒരു പോലീസ് വിന്യാസവും ഒക്കെ ഉണ്ട്. നല്ല തിരക്കുള്ള റോഡാണല്ലോ, സുജയ്ക്ക് അറിയാമല്ലോ. അപ്പൊ ആ തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സിനിമയായി മാറുകയാണോ? ഇത് ശരിക്കും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ലോങ് സെക്കൻഡ് ഹാഫായി മാറുമോ? ഇന്ന് മുഴുവൻ അവിടെ നിൽക്കേണ്ടി വരുമോ നമുക്ക്? മൾട്ടി സ്റ്റാർ ആണ് സുജയ. ഒരു നായകനല്ല, കുറെ നായകന്മാരും കുറെ കഥാപാത്രങ്ങളുമുള്ള പ്രതിനായകന്മാരാരും നായകന്മാരാരെങ്കിലും ഈ തീരുമാനത്തിന് ശേഷം ഉണ്ടാകുമോ? ഈ കഥയിൽ വില്ലൻ ഉണ്ടോ എന്നറിയില്ല സുജി. അത് ഈ തീരുമാനം വന്ന ശേഷമേ വില്ലന്റെ രംഗപ്രവേശനം ഉണ്ടെങ്കിൽ ഉണ്ടാവൂ. ഉറപ്പില്ല നമുക്ക്. വില്ലൻ ഉണ്ടാകരുതെന്ന് കോൺഗ്രസ് അണികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രതിനായകനില്ലാത്ത സിനിമയാണ് ഇതുവരെ. അതങ്ങനെ തന്നെ അതിനൊരു ഹാപ്പി എൻഡിങ് നമ്മൾ പറയാറില്ലേ, മറ്റേ ശുഭപര്യവസായിയായ സിനിമ, അങ്ങനെ അത് ശുഭപര്യവസായി ആകുമോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ നോക്കും, പോലീസിൻ്റെ ഒക്കെ വലിയ വിന്യാസമുണ്ടെന്ന്. നമ്മൾ നിൽക്കുന്ന KPCCയുടെ മുന്നിൽ കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. റോഡൊക്കെ ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാർലമെന്ററി പാർട്ടിയൊക്കെ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് ആ ഗതാഗത കുരുക്കുമൊക്കെ ഒഴിവാക്കാനൊക്കെയുള്ള കൂടുതൽ വിന്യാസമുണ്ട്. നമ്മൾ എന്തായാലും സുജയെ ചോദിച്ചതുപോലെ തന്നെ ഇന്ന് മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വരും, അതിലൊരു തർക്കവുമില്ല. ഇന്ന് കൊണ്ട് തീർന്നാൽ ഇന്ന് നമ്മളിവിടെ നിൽക്കാം. എന്തായാലും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണ്. നമ്മളിവിടെ നിൽക്കാൻ മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കുഴപ്പമില്ല. അത് വീണ്ടും നീണ്ടുപോയാൽ അത് നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഭരണം എന്നത് സാങ്കേതിക അർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് എങ്കിലും നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. മഴക്കാലം നേരത്തെ തുടങ്ങുമെന്ന് കാലാവസ്ഥാ പ്രവചനമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന SSLC ഫലം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അതിന്റെ നടപടിയിലേക്ക് പോകണം. അപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ പോകേണ്ട സമയമാണ്. ഇന്നിപ്പോൾ ഗവർണറെ കാണുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഗവർണർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഗവർണറെ കാണാൻ സമയം തേടി എന്നതാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഗവർണർ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. S. വിജയകുമാർ അതൊന്ന് കൺഫേം ചെയ്യാമോ? ഞാനല്ല, ലോക് ഭവനിൽ നമ്മൾ അന്വേഷിച്ചു സുജയ. അവിടെ ഗവർണറെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല. ഗവർണർ അവിടെ ഉണ്ടാകുമോ, സാർ അവിടെ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് വ്യക്തിപരമായി നമ്മളോട് പറഞ്ഞത്. നമുക്ക് ചില പരിചയക്കാരുണ്ടല്ലോ, അപ്പൊ അവരുമായി സംസാരിച്ചിരുന്നു. അതേ വിവരം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ 4 മണിക്കൊക്കെയാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് എത്തുന്നതെങ്കിൽ വൈകിട്ട് പോയി ഗവർണറെ കണ്ട് അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ചും ഞായറാഴ്ചയൊക്കെ ആയിരിക്കുമല്ലോ സത്യപ്രതിജ്ഞ. ഗവർണർ അവിടെ ഉണ്ടെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സമയമെടുക്കാവുന്നതേ ഉള്ളല്ലോ. അപ്പോൾ ഗവർണർ അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സമയം കൃത്യമായി ഫ്ലൈറ്റിൻ്റെ യാത്രയും ഈ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതും കഴിഞ്ഞിട്ടായിരിക്കും ഇനിയും അദ്ദേഹത്തെ കാണാൻ സമയം തേടുക. അത് രാത്രിയോ നാളെ രാവിലെയോ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഗവർണർ ഈ ദിവസങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൺഫേം ചെയ്ത വരും തന്നെയാണ്, സ്ഥിരീകരിച്ച വരും തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായി നമ്മൾ സംസാരിച്ചു. ഗവർണർ അവിടെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്.